പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളെ എനിക്ക് തൊണ്ടയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നില്ല. പിന്നെ വോയിസ് ഓവർ കൊടുക്കാനേ പറ്റുകയുള്ളൂ. സീരിയലിലെ ഡയലോഗ്സ് എടുത്തിട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് അത് ഇഷ്യൂസ് ആക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഇടാൻ തുടങ്ങിയത്. സഹകരിക്കുമല്ലോ. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. കുട്ടിച്ചായൻ ശാലിയുടെ വീട്ടിൽ വരുന്നു. അലീന വല്യപ്പച്ചനോട് സ്റ്റാൻലിയുടെ വൈഫും കുട്ടികളും തമ്മിലുള്ള അകൽച്ചയെക്കുറിച്ച് ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് വരാത്തത്, പപ്പ എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവർ റീതാമ്മയുടെ കെയർ ഓഫിലാണ് കഴിയുന്നത്. പരസ്പരം തമ്മിൽ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവർ അവിടെയും ഇവൻ ഇവിടെയുമാണ് താമസിക്കുന്നത് എന്ന് പറയുകയാണ്. സ്റ്റാൻലിയുടെ അനിയൻ സ്റ്റാൻലിയെ വിളിച്ച് അലീനയെ കുറിച്ച് ചോദിക്കുന്നു. എല്ലാവർക്കും നാണക്കേട് ഉണ്ടാക്കാനായിട്ട് എന്തിനാണ് അവളെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ 23 വർഷം ഓർഫനേജിൽ കഴിഞ്ഞ ഒരു മകളുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ ഇനിയെങ്കിലും ഞാൻ കൂടെ കൊണ്ട് താമസിപ്പിക്കണ്ടേ? നീയും ഒരപ്പനല്ലേ, മനസാക്ഷിയില്ലേ, അതൊന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് പറയുമ്പോൾ അനിയൻ പറയുകയാണ്, ഇതിന് മകൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഇത് അവിഹിത സന്തതിയല്ലേ, നാട്ടുകാരറിഞ്ഞ കല്യാണം കഴിച്ചതിലുള്ളതല്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ അവിഹിത സന്തതി എന്നുള്ള പേര് ഞാനും എൻ്റെ മോളും സഹിച്ചോളാം, നീയൊന്നും അതിനെക്കുറിച്ച് വേവലാതിപ്പെടണ്ട എന്ന് സ്റ്റാൻലി മറുപടി കൊടുക്കുന്നു. സ്റ്റാൻലി ദേഷ്യത്തിൽ ജീപ്പ് എടുത്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടിച്ചായൻ ചോദിക്കുകയാണ്, നീ ഇങ്ങോട്ട് പോകുന്നു, ഞാൻ കുറച്ച് ദൂരേക്കാണ് പോകുന്നത്, വരാൻ വൈകും എന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ കുട്ടിച്ചായൻ ആൻറ്റിനോട് ചോദിക്കുന്നു, നീ ഇതൊന്നും ചോദിച്ചില്ല അവരെങ്ങോട്ടാ പോകുന്നതെന്ന്. കുട്ടിച്ചായൻ ചോദിച്ചിട്ട് പറഞ്ഞില്ലല്ലോ, പിന്നെ ഞാൻ ചോദിച്ചാൽ പറയുമോ? നിങ്ങളൊക്കെ വെറുതെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, നിങ്ങൾക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് കുട്ടിച്ചായൻ അവരോട് കയർക്കുന്നു. അലീന വരുമ്പോൾ കുട്ടിച്ചായൻ സ്റ്റാൻലി പോയതിനെ കുറിച്ച് സംസാരിക്കുന്നു. എങ്ങോട്ടായിരിക്കും പോയിരിക്കുക എന്ന് രണ്ടുപേരും തമ്മിൽ ആലോചിക്കുകയാണ്. താൻ ജനിച്ചു പോയില്ലേ, ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അലീന വല്യപ്പച്ചനോട് ചോദിക്കുന്നു. പപ്പയുടെ മക്കളെ പ്രസവിച്ച സ്ത്രീ തന്നെ ഒന്ന് മോളെ എന്ന് വിളിച്ചെങ്കിൽ ഞാൻ അത്രയ്ക്ക് സന്തോഷിക്കുമായിരുന്നു എന്ന് അലീന വല്യപ്പച്ചനോട് പറയുന്നു. പപ്പയുടെ മനസ്സിൽ കടന്നുകൂടി പപ്പയുടെ സ്വഭാവം മാറ്റിയെടുക്കണമെന്ന് അലീന പറയുകയാണ് കേട്ടോ. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അവന് ആ